എടാ മോനെ, ഇവൻ പറഞ്ഞത് നീ കേട്ടല്ലോ? കേട്ടു. ഞങ്ങൾ തമ്മില് പല തവണ വഴക്കൂടിയിട്ടുണ്ട്. ഇവൻ എന്നോട് ഒരിക്കലും മിണ്ടില്ലെന്ന് ഒരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അവൻ പറഞ്ഞത് കാര്യമായിട്ടാ. അത് ഇന്നലെ അവൻ സംസാരിച്ച രീതി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കണ്ടാ പാവം പോലെ ഇരിക്കുന്നേ ഉള്ളൂ, അമ്മയുടെ മോന് ഭയങ്കര വാശിയാ. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, സഞ്ജയോട് ഇത്തവണ ക്ഷമിച്ച ഇവൻ പിന്നെ എന്റെ മുഖത്ത് പോലും നോക്കില്ല എന്ന്. എനിക്ക് ഗോപാൽജിയോട് വല്ലാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജയെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് കരുതി സഞ്ജയോ ഇവനെയോ തിരഞ്ഞെടുക്കാൻ പറഞ്ഞ ഞാൻ ഇവനെയല്ലേ തിരഞ്ഞെടുക്കൂ. എടാ, നിന്നെക്കാൾ വലുതാണ് എനിക്ക് ഗോപാൽജിയോടുള്ള നന്ദി എന്ന് നീ കരുതിയോ? ഇന്നലെ നിന്റെ ഡയലോഗ് കേട്ടപ്പോ തന്നെ സഞ്ജുവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് ഗോപിക മേഡത്തോട് നേരിട്ട് പറയുന്നതല്ലേ അതിന്റെ മര്യാദ. അതുകൊണ്ട് ആ ചടങ്ങ് അങ്ങ് തീർത്തു. നിന്റെ പിണക്കം എപ്പോഴും മാറിയില്ലേ? ഇതാ എനിക്കിവനെ ഇഷ്ടമല്ലാത്തത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും സെന്റിയാവും. എന്തുവാടാ ഇത്? കരയാതടാ. ഇനി ഗോപാൽജി വിളിച്ച് സഞ്ജുവിനോട് ക്ഷമിക്കാൻ പറഞ്ഞ നീ സമ്മതിക്കോ? സാക്ഷാൽ ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല. പോരെ? അല്ല, ഞാൻ പണ്ടെങ്ങനെ നിന്നോട് ഡയലോഗ് അടിച്ചിരുന്നെങ്കിലേ നീ സഞ്ജയനോട്ട് പോകുമായിരുന്നോ? ഉറപ്പല്ലേ? ഇതറിയായിരുന്നെങ്കിലേ ഞാൻ പണ്ടേ ഇത് ഉപയോഗിച്ചേനെ. സാരമില്ല മോനെ, കുറച്ച് വൈകിട്ടാണെങ്കിലും നീ എടുത്ത തീരുമാനം നല്ലതാ. നീ നല്ലൊരു കുടുംബജീവിതം തുടങ്ങാനാണ് പോകുന്നത്. അപ്പോൾ സഞ്ജയ് പോലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്.